അപ്പോൾ ആൾട്ടോ ഡോർ ഫ്ലാപ്പാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ നമ്മളിവിടെ റൗണ്ടിന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. എന്നിട്ട് വേണം നമുക്ക് സ്പീക്കർ വെക്കാനായിട്ടാണ് ഉള്ളത്. അപ്പോൾ സ്പീക്കറിൻ്റെ ഷേപ്പിനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാ കണ്ടില്ലേ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിംഗിൾ ഡിൻ്റെ സ്റ്റീരിയോസും സ്പീക്കറുമാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അത് വന്നിട്ട് നമ്മളെ ഓൾട്ടോ 800 2018 മോഡലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതെടുത്തിന് ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള സ്റ്റീരിയോസും സ്പീക്കറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സ്പീഡിയോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്പീക്കറും അതേപോലെ ഐസ് ഓഡിയോ എന്ന് പറയുന്ന ബ്രാൻഡ് സിംഗിൾ ഡിൻ്റെ സ്റ്റീരിയോസ് ആണ്. അതിനകത്ത് ബ്ലൂടൂത്ത്, USB, ഓക്സ് എന്നീ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റീരിയോയ്ക്ക് തരുന്നത്. പിന്നെ നമുക്ക് പ്രീ ഔട്ട് വരും, സബിനുള്ള പ്രീ ഔട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 4 സ്പീക്കർ ഔട്ടും ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ നമ്മളെടുത്തിരിക്കുന്ന സ്പീക്കറാണല്ലേ, ഏത് നമ്മളെ സ്പീഡിയോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അതായത് ഏകദേശം 520 വാട്ട്സ് ഉണ്ടെന്ന് കമ്പനി അവകാശപ്പെടുന്നു. പക്ഷേ ഏകദേശം എനിക്ക് തോന്നുന്നു 40 RMS താഴെ, അതായത് 30 RMS മുകളിൽ 40 RMS താഴെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു RMS കാര്യങ്ങളൊക്കെ വരുന്നത്. ഏകദേശം 520 വാട്ട്സും കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു 4000 എബോയ്ക്ക് താഴെ മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആൾട്ടോ 800 ആണ്. അപ്പോൾ ഇതിനകത്തുള്ള എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെന്നൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള ഡോർ ഫ്ലാപ്പിനകത്ത് നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് നമുക്ക് ഈ ഒരു സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഡോർ ഫ്ലാപ്പ് റിമൂവ് ചെയ്ത് ഡോർ ഫ്ലാപ്പിൽ നിന്ന് അതായത് സ്പീക്കർ വയ്ക്കേണ്ട സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോളും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാര്യം ഓൾട്ടോയ്ക്കകത്ത് അതിനുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ ബോഡിക്കകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫ്ലാപ്പിനുള്ളിൽ ഭാഗത്തായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ എന്താ നമ്മുടെ സ്റ്റീരിയോ ഉണ്ടല്ലേ. അപ്പോൾ സ്റ്റീരിയോ ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ അതിൻ്റെ 2 കപ്ലെയറാണ്. അതായത് ടു സൈഡ് കപ്ലെയറാണ്. അത് സ്പീക്കറിനായിട്ടും അതേപോലെ തന്നെ നമ്മൾ പവറിനുമായിട്ട് സെപ്പറേറ്റ് കപ്ലെയേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതാ ഇതിനകത്ത് വാറണ്ടി കാർഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റീരിയോ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്റ്റീരിയോസാണ് വരുന്നത് ഇതിനകത്തുണ്ടല്ലോ. ഇതിനകത്ത് 2 USB പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഒന്ന് ചാർജും അതേപോലെ തന്നെ SD കാർഡൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതേപോലെ ഒരു കാർബൺ ഫൈബർ ഫിനിഷും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേഖല സൈഡിലായിട്ട് ആകണ്ടില്ലേ. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്. അതേപോലെ 2 പ്രീ ഔട്ട് ഉണ്ട്, ഫ്രണ്ടും ബാക്കും ആയിട്ട് പ്രീ ഔട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 10 ഫീസ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. അത്യാവശ്യം ഇത് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മോഡലായിട്ടുള്ള സ്റ്റീരിയോസ് ആണ്. പിന്നെ നമ്മൾ പൈനിയർ, സോണി അങ്ങനെയുള്ള ബ്രാൻഡുകളുടെ സ്റ്റീരിയോസൊക്കെ വരുന്നത് കണ്ടല്ലേ. അപ്പോൾ ഞാൻ നമുക്ക് സ്പീക്കറോടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മളെ സ്പീക്കർ. അതായത് നമ്മൾ കോയാക്സിലാണ്, സെൻട്രലായിട്ട് ട്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് സ്പീഡിയോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതല്ലേ. പിന്നെ ഇതിനെ നമ്മളെ ബ്രാൻഡിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും അല്ല വരുന്നത്, വേറൊരു ക്വാളിറ്റിയാണ് ശരിക്കും പറഞ്ഞു വരുന്നത്. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോക്കൽ സ്റ്റീരിയോസൊക്കെ ഇല്ലേ, ഇതേപോലെയുള്ള സ്റ്റീരിയോസ്, ഇത് ലോക്കൽ സ്റ്റീരിയോസ് അല്ല, ബ്രൈറ്റ് സൈഡിക്ക് ബ്രാൻഡഡ് ആയിട്ട് ആൻഡ്രോയിഡൊക്കെ തോന്നുന്നുണ്ട്. ആൻഡ്രോയിഡ് ഉണ്ട്, 360 ക്യാമറ ഉണ്ട്, വൈഡ് ആംഗിൾ ക്യാമറ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട് ഇതിന്. അപ്പം ഈ ലോക്കൽ ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ എടുക്കുന്ന സ്റ്റീരിയോസ് അതേപോലെ സ്പീക്കറൊക്കെ ഇല്ലേ, സംഭവം നല്ല ചില ഐറ്റങ്ങൾ നല്ല ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ. സംഭവം നമ്മൾ ബ്രാൻഡ് ഇരിക്കുന്നതിനേക്കാളും ഇരിക്കും. ചിലതാണെന്നുണ്ടെങ്കിലോ പെട്ടെന്ന് അങ്ങ് കംപ്ലൈൻ്റ് ആയിട്ട് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേക പ്രശ്നം കൂടെ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നമ്മൾ ആൾട്ടോ 800 ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോർ ഫ്ലാപ്പ് കേട്ടോ. അപ്പോൾ ഈ പോർഷനിലായിട്ടാണ് നമ്മൾ സ്പീക്കറിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇതിനകത്ത് നമ്മൾ സ്പീക്കർ വെച്ച് സെറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പോർഷൻ വന്നതാണ് ഇവിടം വരെ ഒന്ന് കിടപ്പുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ബാക്കി ഇങ്ങോട്ട് ജോയിൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റീരിയോയുടെ കപ്ലേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ പാനൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് അതേപോലെ ഒന്ന് വലിച്ചാൽ മതി. പാനൽ റിമൂവായി കയ്യിൽ വരും. അപ്പോൾ വലിക്കുമ്പോൾ നോക്കിയും കൊണ്ടൊക്കെ വലിക്കുക കേട്ടോ. അപ്പം ചിലപ്പോൾ പൊട്ടി കയ്യിൽ വരാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മളിതിൻ്റെ കപ്ലെയർ ഇതിൻ്റെ സൈഡിൽ എവിടെയോ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളതിന് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡോർ ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനുണ്ട്. ഫ്ലാപ്പ് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ 2 സ്ക്രൂ മാത്രമേ, ഇവിടുത്തെ 2 സ്ക്രൂ അയക്കണം. ഈ ഒരു ക്ലിപ്പ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം.
ഇതിന് നമുക്ക് ഡോർ ഫ്ലാപ്പ് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ എന്തായാലും. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മളെ ഈ 2 പോർട്ടാണ് നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഈ ഒരു 3 വയറാണ്. അതായത് ഈക്കോ അതേപോലെ ആൾട്ടോ 800 ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ ഈ ഒരു ലൈനാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് വൈറ്റിൽ ബ്ലാക്ക് വയർ നമ്മളെ ചാവി ഓണാണ്. അതേപോലെ തന്നെ വൈറ്റിൽ റെഡ് ലൈൻ നമ്മളെ ട്രൂ മെയിനാണ്. അതേപോലെ ബ്ലാക്ക് നെഗറ്റീവാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വയർ സ്ലീവ് ചെയ്താണ് കണക്ഷൻ കൊടുത്തത്. കപ്ലയർ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇടുന്നില്ല എന്തായാലും. അപ്പോൾ നമ്മൾ ലൈനെല്ലാം കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മഞ്ഞ നമ്മളെ ഡയറക്റ്റ് മെയിനാണ്, അത് ബാറ്ററി ലൈനാണ്. അതേപോലെ ചോപ്പ് വന്നിട്ട് നമ്മളെ ചാവി ഓണാണ്. അതേപോലെ നമ്മുടെ ബ്ലാക്ക് എർത്താണ്. നമ്മൾ വയർ സ്ലീവ് ചെയ്യുമെന്ന് പറഞ്ഞു. സ്ലീവ് ചെയ്യുന്ന വെച്ചാൽ വയർ കട്ട് ചെയ്യുന്നതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ വയറിൻ്റെ മുകളിലുള്ള ഒരു കോട്ടിങ്ങിനെ നമ്മൾ നീക്കം ചെയ്തതിന് ശേഷം വയറിനകത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു കാരണവശാലും വാറണ്ടിക്കോ മറ്റൊന്നിനോ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നതല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഷോറൂമിൽ ചെന്നാൽ പോലും അഡീഷണൽ ആയിട്ട്, അതായത് കമ്പനി തരുന്ന ഒരു വയർ നമ്മളെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞ് ഫുള്ള് വർക്ക് കഴിഞ്ഞ് ഗാഡിയിൽ നിന്ന് ഇറങ്ങി ഒരു കസ്റ്റമറിന് ഡെലിവറി ചെയ്യുന്ന, അതായത് ഗാഡിയിൽ നിന്ന് കയറി ഒരു ഷോറൂമിൽ എത്തുന്ന വരെയാണ് ആ ഒരു ഗാഡിൻ്റെ ഉത്തരവാദിത്തം ഉള്ളത്, മനസ്സിലായില്ലേ. അതിനുശേഷം ചെയ്യുന്ന ഏതൊരു വർക്കും ഇതേപോലെ വയർ സ്ലീവ് ചെയ്തല്ലാതെ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അത് വേറൊരു കാര്യമാണ്. അതിനാണ് നമ്മൾ അതിനകത്തൊരു റെഡ് ക്ലിപ്പൊക്കെ ഇട്ട് ആഡ് ചെയ്യുന്നത്. റെഡ് ക്ലിപ്പ് ഇടാതിരിക്കുക. കാര്യം എന്ന് വെച്ചാൽ റെഡ് ക്ലിപ്പ് വയർ കട്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് കാരണം നല്ലത് ചെറുതായിട്ട് നമ്മൾ വയർ സ്ലീവ് ചെയ്തെടുക്കുക. അത് നല്ലൊരു കട്ടറിട്ട് സ്ലീവ് ചെയ്യുക, അല്ലെങ്കിൽ വയർ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതാ കണ്ടില്ലേ, അതിനകത്ത് നമ്മൾ ഫുൾ സെറ്റ് ചെയ്യണം. നമുക്ക് സ്റ്റീരിയോ ആഡ് ചെയ്യണം. ഇനി ഡോർ ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഡോർ ഫ്ലാപ്പ് റിമൂവ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആൾട്ടോ 800 ഡോർ ഫ്ലാപ്പ് നമ്മളങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ള്. അപ്പോൾ ഇതിനകത്ത് കുറേ ഈ കീറലൊന്നും നമുക്കുള്ളതല്ല, നമ്മളെ ഭാഗത്തു നിന്നുള്ളതല്ല, ഇത് കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യം നമ്മൾ കട്ട് ചെയ്തപ്പോൾ കയറിയതാണ്, അതൊന്നും അല്ല കേട്ടോ. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അല്ലാതെ കട്ടിങ്സ് കിടപ്പുണ്ട്. ഇത് നമ്മൾ ഒറിജിനൽ ഫ്ലാപ്പ് ഇടാനായിട്ടാണ്. അപ്പോൾ കസ്റ്റമറിന് അത്രയും പൈസ കൊടുത്ത് ഒറിജിനൽ ഫ്ലാപ്പ് ഇത് മേടിച്ചിടേണ്ട കാര്യമില്ല എന്ന് പുള്ളി പറഞ്ഞു. കാര്യം പുള്ളിക്ക് അത്രയും പൈസ ഇല്ല. അപ്പം പുള്ളി പറഞ്ഞു ഒരു ഇവിടെ എവിടെയെങ്കിലും സാധാരണ നെറ്റ് കിടപ്പുണ്ടെങ്കിൽ എടുത്ത് ആഡ് ചെയ്യാൻ പറയാം. കാര്യം നമുക്ക് ഇതേപോലുള്ള സ്പീക്കർ, ഇതിപ്പം ലോ ക്വാളിറ്റി സ്പീക്കറാണ്. ഇപ്പോൾ സോണി ആയാലും പൈനിയർ ആയാലും 6 ഇഞ്ച് സ്പീക്കറിനകത്ത് നമുക്ക് നെറ്റ് അവൈലബിൾ അല്ല, മനസ്സിലായില്ലേ. ഇപ്പം ഡോർ സ്പീക്കറിനകത്ത് നമുക്ക് നെറ്റ് അവൈലബിൾ അല്ല. ഒന്നെങ്കിൽ കോമ്പൗണ്ട് സ്പീക്കർ എടുക്കണം, അല്ലെങ്കിൽ നല്ല കൂടിയ ക്വാളിറ്റിയുള്ള കോയാക്സിൽ സ്പീക്കർ എടുക്കണം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നെറ്റും കാര്യങ്ങളൊക്കെ വരും. അത് ഇൻഫിനിറ്റി അതേപോലെ DD ഇങ്ങനെയുള്ള സ്പീക്കറിനൊക്കെ നമുക്ക് നെറ്റ് അതിൻ്റെ കൂടെ വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നെറ്റില്ല. അപ്പോൾ നമുക്ക് സാധാരണ നെറ്റ് നമ്മളങ്ങനെ ഡോർ സ്പീക്കർ ചെയ്യുന്നുണ്ട്, നെറ്റുള്ള ടൈപ്പ് സ്പീക്കർ നമുക്ക് എടുക്കത്തില്ല. നമ്മൾ എടുക്കുന്ന മൊത്തം കോമ്പൗണ്ട് സ്പീക്കറാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കോമ്പൗണ്ട് സ്പീക്കർ ഇടല് അതിന് ഗ്രില്ലും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടെന്ന് നോക്കിയാണ് അത് ആഡ് ചെയ്ത് കൊടുക്കണം. കാര്യം നെറ്റ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പിള്ളേരെ കൊണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ബൈൻഡ് കുത്തി കീറാനൊക്കെ ചാൻസ് കൂടുതലാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊരു സേഫ്റ്റിക്കായിട്ടൊരു നെറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നെറ്റ് ആഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നത് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തുനിന്ന് സോങ്സ് ഇട്ട് നോക്കാം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ സ്പീക്കറും സ്റ്റീരിയോസും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ആൾട്ടോ 800 ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കവർ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അതിനകത്ത് നെറ്റും കൂടി നമുക്ക് ആഡ് ചെയ്യാനുള്ള ബാക്കി വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐസ് ആഡിയോ സ്റ്റീരിയോ ഉണ്ട്, നല്ല കിടില ഔട്ട്പുട്ട് ആയിട്ടുള്ളൊരു സ്റ്റീരിയോ തന്നെ കേട്ടോ. ആ ഒരു ബഡ്ജറ്റിനകത്ത് നല്ലൊരു ഔട്ട്പുട്ട് ആയിട്ടുള്ള സ്റ്റീരിയോ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പാട്ടിട്ട് കേൾപ്പിച്ചു തരാം. അപ്പോൾ അതിനോട് ഞാൻ സെറ്റിങ്സ് കൂടെ ചെയ്തിട്ട് ഇത് കാണിച്ചു തരാം കേട്ടോ. ലോഡ് ഓണാണ്, ജാസ് ആണ് ചെയ്യുന്നത്. അതാ നമ്മളെ ആൾട്ടോ 800 നമ്മൾ സ്റ്റീരിയോസും സ്പീക്കറും മാത്രമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ മിക്കുള്ള ആൾക്കാരുടെ വണ്ടിയും, അതായത് ഒട്ടുമിക്ക ആൾക്കാരുടെ വെഹിക്കിൾ എന്ന് വെച്ചാൽ നമ്മൾ ആൾട്ടോ അല്ലെങ്കിൽ ആൾട്ടോ 800 ഇങ്ങനെയുള്ള വണ്ടികളായിരിക്കും. അപ്പോൾ അവർ മിക്കുള്ള സ്റ്റീരിയോസ് ഒന്നും ഇല്ലാത്തവർക്ക് അവർക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഒരു 4000 മേടിക്കാൻ പറ്റുന്ന സ്റ്റീരിയോസ് സ്പീക്കറാണ് കേട്ടോ ഈ ഒരു സ്റ്റീരിയോ സ്പീക്കർ. അപ്പോൾ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഷോപ്പ് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യട്ടോ, അതിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇവിടെ കൊണ്ട് തീരണം കേട്ടോ. ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും വരാം.
ബൈ.